ഹായ് ഗൈസ്, പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ തുടരുന്ന മഴയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ആർക്കും കുറവ് വരുത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഈ ഒരു ദിവസം മഴയുടെ ശക്തി അല്പം കുറഞ്ഞപ്പോൾ ഒന്ന് പുറത്തിറങ്ങി വീടിൻ്റെ കുഞ്ഞടുക്കള തോട്ടത്തിൽ ഒന്ന് ചുറ്റിയടിച്ചു. അടുക്കളത്തോട്ടം ചെറുതാണെങ്കിലും അവിടെവിടെയായി പച്ചമുളകും വഴുതനയും മത്തനിലയും ഇംഗ്ലീഷ് ചീരയും വെള്ളച്ചീരയും എല്ലാം എടുത്ത് അകത്തേക്ക് കയറി. ഇനി ഫ്രിഡ്ജിലുണ്ടായിരുന്ന പപ്പായയും കുറച്ച് കപ്പ കഷ്ണങ്ങളും ഒരു ശീമച്ചിരങ്ങയും തക്കാളിയും പച്ചമുളകും കൂടിയെടുത്തു. കഷ്ണങ്ങളെല്ലാം കൂട്ടിവെച്ച് അതിൽ നിന്നും സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങൾ മുറിച്ചു മാറ്റിവെച്ചു. ഇനി മത്തനിലയും കപ്പയും പപ്പായയും കഷ്ണങ്ങളാക്കി നല്ലൊരു കൂട്ടാനും റെഡിയാക്കി. അതിലേക്ക് മുളകും തേങ്ങയും ഉള്ളിയും ജീരകവും അരച്ചതും ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ 2 ചീരയും ചേർത്ത് തേങ്ങ ചമ്മന്തിയും ചേർത്ത് നല്ലൊരു തോരനും റെഡിയാക്കി. കുറച്ച് പരിപ്പെടുത്ത് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് ഇംഗ്ലീഷ് ചീരയും ചേർത്തിളക്കി തേങ്ങ അരച്ചതും ചേർത്ത് ഒരു കറിയും റെഡിയാക്കി. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഒരാഴ്ചത്തേക്ക് ഒരു ഡബ്ബയിലിട്ട് അടച്ചു വെച്ചു. ഇതിൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജിലുള്ള കുറച്ച് ബീഫ് കൂടിയെടുത്ത് ഒരു വരട്ടും റെഡിയാക്കി. ഇനി ഊണിലേക്ക് മറ്റെന്താണ് വേണ്ടത്? ഉണ്ടാക്കിയ കൂട്ടാനും ചീരത്തോരനും പരിപ്പ് കറിയും എല്ലാം ചേർത്ത് ഊൺ കഴിക്കാൻ തുടങ്ങാല്ലേ? അതിനു മുമ്പായി ചൂടുള്ള കൂട്ടാനിലേക്ക് ബീഫ് വരട്ടും ചേർത്ത് ഒരു പിടി പിടിച്ചാൽ മഴയുടെ തണുപ്പിലും വിയർത്തു പോവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.